വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും മഞ്ഞുകാലമാണെങ്കിലും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നല്ല ഭക്ഷണം കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, പാൽ കുടിക്കുക, ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക, വിത്തുകൾ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എന്നാൽ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്, പഴങ്ങൾ കഴിക്കാൻ പറയുമ്പോൾ ഏറ്റവും നല്ല പഴം ഏതാണ്? അതുപോലെ തന്നെ ഇലക്കറികളിൽ ഏതാണ് നല്ലത്? അതുപോലെ പോഷകസമൃദ്ധമായിട്ടുള്ള ഏത് ഭക്ഷണമാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അധികമാരും അറിയപ്പെടാത്ത ചില ഭക്ഷണങ്ങൾ കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നാം അവഗണിക്കുന്ന ചില ഭക്ഷണങ്ങളായിരിക്കാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ചെറിയ വിത്തുകൾ, നാട്ടിൽ തന്നെ ലഭ്യമാകുന്ന ചില പഴങ്ങൾ, പരമ്പരാഗത ചേരുവകൾ എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തിന് സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ കൂടുതൽ പോഷകങ്ങൾ നൽകുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞു കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള എള്ളാണോ അതോ പാലാണോ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ കാൽഷ്യത്തിൽ നമ്മൾ എള്ളും പാലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എള്ളിന് വളരെ കൂടുതൽ കാൽഷ്യം നൽകാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 100 ഗ്രാം പാലിൽ 118 മില്ലിഗ്രാം കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതേ അളവുള്ള എള്ളെടുക്കുകയാണെങ്കിൽ 1283 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എള്ളിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളും ധാതുക്കളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകൾക്ക് ബലം നൽകാനായിട്ട് എള്ള് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. സലാഡുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ചട്നിയിലോ ഒക്കെ ചെറിയ അളവ് മാത്രം എള്ള് ഉപയോഗിച്ച് നമ്മൾ ആ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം വർദ്ധിപ്പിക്കാനായിട്ട് അത് കാരണമാകും. പാല് ദിവസവും കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ പാല് കഴിക്കുന്നത് മുഖാന്തരം ചില ആളുകൾക്ക് അത് ശരീരത്ത് പിടിക്കാതെ വരാറുണ്ട്. കഫക്കെട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെയുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് പാല് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ അളവിൽ എല്ലാ ദിവസവും കാൽഷ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എള്ള് കഴിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. പാലാണോ എള്ളാണോ കഴിക്കുന്നത് ഏറ്റവും നല്ലത് എന്നാൽ എള്ളിലാണ് കൂടുതൽ കാൽഷ്യമെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും അമിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്. ഇനി ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് ധാരാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ചീര കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം, അങ്ങനെയാണെങ്കിൽ വിത്തുകൾ കഴിക്കുന്നതും ഇരുമ്പിന് വേണ്ടിയിട്ടല്ലേ എന്ന്. അങ്ങനെ തന്നെയാണ്. ചീര കഴിച്ചാൽ അയൺ കിട്ടുമെന്നുള്ളത് വളരെ കാലമായിട്ട് നാം കേൾക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ വിത്തുകളിൽ അതിശയകരമാംവിധം ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം വളരെ കുറഞ്ഞ അളവിലുള്ള ചീര എടുത്ത് കഴിച്ചാൽ തന്നെ അതിൽ കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് നമുക്ക് വിത്തുകളിൽ നിന്ന് ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചീര കഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ ശരീരത്തിന് വിത്തുകൾ കഴിക്കുന്നത്. എന്നാൽ ഇവയും നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. സ്ഥിരമായിട്ട് ചീരയായാലും വിത്താണേലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയത് ഓറഞ്ചിലാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരക്കയിലും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഓറഞ്ച് തിരഞ്ഞെടുത്ത് നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ മറ്റൊരു പഴത്തിൽ ഈ പോഷകത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ പേരക്കയിൽ വൈറ്റമിൻ സിയുടെ ഒരു വലിയ ഉറവിടം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 100 ഗ്രാം ഓറഞ്ചിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ സിയേക്കാളും ഏകദേശം 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി വൈറ്റമിൻ സി ലഭിക്കും ഒരു പേരക്കയിൽ നിന്നും. അതുപോലെ വൈറ്റമിൻ സി കൂടാതെ പേരക്കയിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. സസ്യസംയുക്തങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധ ശേഷിക്ക് വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഓറഞ്ചും പേരക്കയും തമ്മിൽ താരതമ്യം ചെയ്താൽ എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ഒരുപടി മുൻപിൽ പേരക്ക തന്നെയാണ്. നാടൻ പേരക്ക വിഷമൊന്നുമില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പേരക്ക നിങ്ങളുടെ ശരീരത്തിന് അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യം നൽകുക തന്നെ ചെയ്യും.
ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റേണ്ടതില്ല എങ്കിലും കുറച്ച് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പാല്, ചീര, ഓറഞ്ചുകൾ എന്നിവ എപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ്. എന്നാൽ എള്ള്, അതുപോലെ തന്നെ വിത്തുകൾ, പേരയ്ക്ക തുടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെ പോഷകസമൃദ്ധമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ അളവിൽ എല്ലാ ദിവസവും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്